ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. ഇതൊരു AI ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ടൂൾസ് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിലും, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ടൂളാണ് ഈ ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോഴത്തേന് ഒരുപാട് ടൂൾസിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ബ്ലോഗ് ടൂൾസ്, സോഷ്യൽ മീഡിയ ടൂൾസ്, യൂട്യൂബ് ടൂൾസ്, ഈ ഓരോ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യാനായിട്ടും, അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിൻ്റെ പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നോക്കിക്കഴിയാൻ നേരത്തെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് പാക്കേജ് എന്ന് പറയുന്ന ഒരു ടൂളാണ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് SEO ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ് നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഓൾറെഡി വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് നമ്മളിവിടെ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കമ്പനിയുടെ നെയിം കൊടുക്കാം. ജസ്റ്റ് ഏതാണോ കമ്പനി നെയിം, ആ കമ്പനി നെയിം കൊടുത്ത് കമ്പനിയുടെ നെയിം കൊടുക്കുന്നു. നമ്മുടെ ആ ഒരു ബ്ലോഗ് പോസ്റ്റിൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ പ്രൈമറി കീവേഡ് ഇവിടെ കൊടുക്കുക. അതായത് ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു കീവേഡ് ഞാനിവിടെ റൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് വിൽ യു ഷെയർ എ കപ്പിൾ ഓഫ് റിലേറ്റഡ് ഹെഡ്ലൈൻസ് യു ഫൗണ്ട് ഓൺ ഗൂഗിൾ ഫോർ ഇൻസ്പിറേഷൻ. അതായത് ഗൂഗിളിൽ നിന്നും വേറെ എന്തെങ്കിലും ഹെഡ്ലൈൻസ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാം. അത് ഞാൻ കോപ്പി ചെയ്യുന്നതിന് ശേഷം ഞാനിത് ഇവിടെ വന്ന് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ എനിക്കിവിടെ നോക്കി കഴിയുമ്പോൾ തന്നെ 2 ആഡ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അതിന് താഴെ തന്നെ 21 മസ്റ്റ് ഹാവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഹെൽപ്പ് യു ഗ്രോ എന്ന് പറഞ്ഞൊരു ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഒരു ഹെഡ്ലൈനും കൂടെ ഞാനിങ്ങനെ കൊടുത്തു. അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫോർമാറ്റ് ഷുഡ് യുവർ കണ്ടന്റ് ബി ഇൻ. എങ്ങനെയാണ് ആ ഒരു കണ്ടന്റ് വേണ്ടത്, എന്ത് ഫോർമാറ്റാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാനിവിടെ ലിസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത്, അതായത് എനിക്ക് ലിസ്റ്റിലായിട്ട് വേണം. സോ അതിനുശേഷം ഞാൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടും. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് നമുക്കിവിടുന്ന് കാണാം. ഇനി എങ്ങനെയാണ് ബ്ലോഗ് ഹെഡ്ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ബ്ലോഗിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ബ്ലോഗിൻ്റെ ഇൻട്രോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്ലോഗിൻ്റെ ഹെഡ്ലൈനാണ് വേണ്ടതെങ്കിൽ ക്രിയേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബ്ലോഗിൻ്റെ ഹെഡ്ലൈനും ജനറേറ്റ് ചെയ്ത് വരും. അവിടെ നമുക്ക് കാണാൻ പറ്റും 5 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ടു ബൂസ്റ്റ് യുവർ സെയിൽസ്, 7 ഈസി വേസ് ടു എൻഹാൻസ് യുവർ സ്ട്രാറ്റജി വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, 3 റീസൺസ് യു ആർ ഫെയിലിംഗ് വിത്തൗട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, ഹൗ ടു ഗ്രോ യുവർ ഓഡിയൻസ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നമുക്ക് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിയുമ്പോൾ ഇനിയും അതായത് SEO ടൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അവിടെ നമുക്ക് മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, അതുപോലെ തന്നെ കോറ ആൻസർ, ലോങ് ടൈൽ കീവേഡ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാവിറ്റി റൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം.
അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ ടൂൾസ്, അതായത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഐഡിയ അല്ലെങ്കിൽ കണ്ടന്റിൻ്റെ ടൈറ്റിൽ, തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതിന് ഡൊമൈൻ നെയിം ഡൊമൈൻ നെയിം ഇൻക്ലൂഡിങ് ഡൊമൈൻ നെയിം എങ്ങനെ ഏത് നെയിം യൂസ് ചെയ്തുകൊണ്ട് വാങ്ങണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഹോം പേജ് ക്രിയേറ്റീവ് ആക്കണം, അല്ലെങ്കിൽ സർവീസ് പേജിൻ്റെ കോണ്ടന്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഒരുപാട് ഇതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ബിൽഡർ, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഇത് മാക്സിമം നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ വർക്കിനും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കുമൊക്കെ ഒരുപാട് ബെനിഫിറ്റാണ്. ഒരുപാട് ഐഡിയാസുകൾ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും ഒരുപാട് ടൈമുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനും ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് സാധിക്കും. സോ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്ന അറ്റ് എ ടൈം ഒരു ഗ്രാഫിറ്റി റൈറ്റർ എന്ന് പറയുന്ന ഒറ്റ ടൂൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് നീഡ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂസ് ചെയ്ത് നിങ്ങളുടെ വർക്ക് കൂടുതൽ ഈസി ആക്കുക. താങ്ക് യു.